ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ബ്രെഡ് വെച്ചിട്ട് എയർ ഫ്രയറിലും ഫ്രൈ പാനിലും ഒരു പിസ്സയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ചിക്കൻ ഇതുപോലെ മസാലയൊക്കെ തേച്ച് ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെച്ചതാണ്. അത് ചെറിയ പീസായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ച് കൊടുത്തത് നേരെ ഒരു പാന് വെച്ച് കൊടുത്തത് നേരെ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അത് ചൂടായി വരുമ്പോൾ നേരെ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇനി നമുക്ക് വേണ്ടത് ബ്രെഡ് ഒരു പാക്കറ്റും പിന്നെ ചീസും അതുപോലെ തന്നെ നമുക്ക് ക്യാപ്സിക്കം വേണം കേട്ടോ. അത് ഗ്രീനോ റെഡോ യെല്ലോ ഏത് കളർ കിട്ടിയാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഒരു ക്യാപ്സിക്കം ഗ്രീനും അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഇത് മറിച്ചിട്ട് തിരിച്ചിട്ട് ഒന്ന് നല്ലോണം ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതുപോലെ ഈസി റെസിപ്പിക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി ഞാൻ ചെറിയ പീസുകളായിട്ട് വെല്ലുള്ളിയും തക്കാളിയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ 4 ബ്രെഡാണ് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഞാൻ സോസാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അത് നമുക്കിതിൽ ഒഴിച്ചിട്ട് നല്ലോണം എല്ലാ വശത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിൽ നമ്മൾ ചെറിയ ഇതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെല്ലുള്ളി ഇതിലേക്ക് എല്ലാ വശത്തും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്യാൻ നോക്കാം. അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് തക്കാളിയും കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ചെറിയ പീസായിട്ട് ക്യാപ്സിക്കം അതും കൂടി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇത് എല്ലാത്തിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യാൻ നോക്കാം. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇതിലേക്ക് കറക്റ്റായിട്ട് ഞാനൊന്ന് പരത്തിയിട്ട് കൊടുക്കുകയാണ്. നമുക്ക് കൂടുതൽ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2 രീതിയിൽ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ആദ്യം ഇതിൽ കുറച്ച് ചെയ്തു, ബാക്കി വെച്ചിട്ട് ഞാൻ ഫ്രൈ പാനിലും ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നേരെ എയർ ഫ്രയറിൽ വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാൻ സെറ്റാക്കി. ഇനി ഇതിലേക്ക് നമുക്ക് ചീസ് വെച്ച് കൊടുക്കണം. മൊസറല്ല ചീസാണെങ്കിൽ ഒന്നും കൂടി നല്ല അടിപൊളിയായി. ഞാൻ ഇപ്പോൾ ഇങ്ങനത്തെ നമ്മൾ സ്ലൈസ് ചീസാണ് ഇപ്പോൾ ഞാൻ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഇതുപോലെ ഞാനൊന്ന് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. കുട്ടികൾക്കായതുകൊണ്ട് ഒരുപാട് ചീസ് വെച്ച് കൊടുത്തിട്ട് കഴിഞ്ഞാൽ ചിലവർക്കും പറ്റും. അപ്പോൾ അത് വിചാരിച്ച് ഞാനൊരു 180 ഹീറ്റ് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഒരു 9 മിനിറ്റ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 9 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമുക്കിതൊന്ന് ആയി കിട്ടിയിട്ടുണ്ട്. നല്ല ചൂടാണ്. നമ്മൾ ബ്രെഡൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ആയി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നേരെ ഞാൻ മക്കൾക്കൊക്കെ കൊടുക്കാം കേട്ടോ. അവർ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ അവർക്കൊക്കെ നല്ല ഇഷ്ടമായി. നല്ല ചൂടോടെ അവരിങ്ങനെ കഴിക്കാം കേട്ടോ. നല്ല ചൂടാണ്. അപ്പോൾ മക്കൾക്കൊക്കെ ഞാൻ കൊടുത്തു. ഇനി അടുത്തത് ഫ്രൈ പാനിൽ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. സാധാരണക്കാർക്കും എല്ലാവർക്കും എൻ്റെ വീഡിയോസിൽ ഉണ്ടാക്കുന്നത് ഫുള്ളും എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റംസാണ് കേട്ടോ. എപ്പോഴും ഞാൻ ഉണ്ടാക്കുന്നത് എല്ലാവരുടെ കയ്യിലും ഇപ്പോൾ എയർ ഫ്രൈ വേണമെന്നില്ലല്ലോ. അപ്പോൾ ഫ്രൈ പാന് നമ്മളെ ദോശക്കല്ല് ഒക്കെ നമ്മളെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും, മസ്റ്റായിട്ടുണ്ടാവും. അപ്പോൾ അവർക്കും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതും കൂടി വീഡിയോ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഒരു ഫ്രൈ പാനിൽ ഞാൻ ഇതുപോലെ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അത് എല്ലാ വശത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഈ ഫ്രൈ പാനിൽ ഞാൻ ഉൾഭാഗത്ത് മാത്രം ഒരു സൈഡ് മാത്രം ബ്രെഡിൻ്റെ സ്ലൈസ് ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് 4 വശം ഇതേപോലെ ഫ്രൈ പാനിൻ്റെ ഉള്ളിലേക്ക് കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഫുള്ളും ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ല. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ വക്ക് ഇതിൽ കട്ട് ചെയ്യാതാണ് വെച്ച് കൊടുത്തത്. ഒരു ഭാഗം മാത്രമാണ് ഞാൻ ഈ നടുവിൽ കാണുന്ന ഭാഗം മാത്രമാണ് ഈ 4 ബ്രെഡിലും ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്, സൈഡ് ഭാഗം. എന്നിട്ട് ഇതിലേക്ക് ഇപ്പോൾ ഞാൻ സോസ് ഒഴിച്ചിട്ട് എല്ലാ വശത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെല്ലുള്ളി എല്ലാത്തിലും നമ്മൾ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഞാൻ അതിനെക്കാട്ടി ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലായിട്ട് ചിക്കനും ചീസും അതേപോലെ തന്നെ നമ്മൾ ഉള്ളിയും തക്കാളിയും എല്ലാം ഇട്ട് അതിന് മേലെ ഒരു ബ്രെഡ് സ്ലൈസും കൂടി ഇതേപോലെ വെച്ച് കൊടുത്തിട്ടോ. അത് വെക്കാതെ ആണ് ഉണ്ടാക്കൽ. അപ്പം ഞാൻ ഇങ്ങനെ വെച്ച് കൊടുത്തു. കണ്ടില്ല, നല്ല ഹീറ്റോടെ നല്ല ചീസൊക്കെ നല്ല മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല അടിപൊളി നമ്മൾ ഫ്രൈ പാൻ വെച്ചിട്ടോ ഹെയർ ഫ്രൈ വെച്ചിട്ടൊക്കെ ഉള്ള പിസ്സ റെസിപ്പി. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു. അസ്സലാമു അലൈക്കും.